This morning, I kindly invite your attention to Book of Ephesians chapter 4, verse 16. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. We read this last week and I want to continue on the same theme, so I'm reading it again. He makes the whole body fit together perfectly as each part does its own special work. It helps the other parts grow so that the whole body is healthy and growing and full of love. ആമേൻ. 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏതു സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. Amen. Malayalam and English is a little bit different. That's why the verses. But the reason I read this portion again is that the theme that I am talking is the 3 pillars of a healthy church. ഇന്ന് പ്രഭാതത്തിൽ വചനധ്യാനത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു സഭയുടെ 3 ഉറച്ച തൂണുകളെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് The NLT version very beautifully presents that the whole body, that is the body of Christ, that is church, is healthy and growing. ആമേൻ. സഭയുടെ ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പറ്റി അത് ആരോഗ്യമുള്ള ഒരു സഭയായി വളരണമെന്ന് NLT version കറക്റ്റ് ആയി പറയുന്നു. A church that is not healthy, a church that is not growing is a dead church. ആമേൻ. ദൈവസന്നിധിയിൽ ആരോഗ്യപരമായ ഒരു സഭ വളരുന്നില്ലെങ്കിൽ അതൊരു ചത്ത സഭയായിട്ട് പറയുന്നു. And unhealthy church will not be able to accomplish the mission that God has entrusted upon us. അനാരോഗ്യകരമായി പോകുന്ന ഒരു സഭ അത് ദൈവത്തിന്റെ വളർച്ചയ്ക്കും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് വളരുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നു. So in a short time I want to kind of talk to you about last week I talked to you about one sign of a healthy church. Today I want to talk to you another 2 signs. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ സഭയുടെ വളർച്ചയുടെ ആരോഗ്യമായ ഒരു സഭയുടെ ഒരു തൂണിനെ പറ്റിയാണ് പറഞ്ഞത്. And for those who were not here, let me refresh only the bullet points, then I will move on to the second and third point. ഇവിടെ ആയിരിക്കുന്നവരുടെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ വിളിച്ചു പറയട്ടെ. A spiritually healthy church is marked by the unity of the church. ആമേൻ. സഭയുടെ ഐക്യതയിൽ കൂടിയാണ് ഒരു സഭയുടെ വളർച്ച എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങളോട് പറയുന്നു. And the unity comes because of the divine calling that we ആ have. ദൈവത്തിന്റെ വിളിയിൽ കൂടിയാണ് സഭയുടെ ഐക്യത വളരുന്നതെന്ന് പറയുന്നു. And the second thing, we are united because we have the Christ-like nature in us. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് യൂണിറ്റിയിൽ കൂടി സഭ വളരുന്നത്. And last week I also said the 7 other ones, which is we have one Father, we have one body, we have one Spirit, and we have one baptism. And because of all of this reason, we stand united. വീണ്ടും നോക്കുമ്പോൾ 7 അതിനെ പറ്റി പറയുന്ന ഏകപിതാവ്, ഏകപുത്രൻ, ഏക ആത്മാവ്, ഇങ്ങനെയുള്ള 7 കാരണങ്ങൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. So the number 1, the spiritual unity is the sign of a healthy church. ഒരു ആരോഗ്യമുള്ള സഭയുടെ മാർക്ക് എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത് ആത്മീയ ഐക്യതയിൽ നിന്നുടലെടുക്കുന്നതാണ്. So I'm not going to go into the details. Let me move on to the second one. A healthy church is marked by spiritual diversity. ആത്മീയ വൈവിധ്യങ്ങളെ കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്, ഒരു സഭയാണ് ആരോഗ്യകരമായ ഒരു സഭ എന്ന് രണ്ടാമത്തെ തൂണിൽ കൂടി വിളിച്ചു പറയുന്നു. Apostle Paul put it very beautifully. He is saying we are united. We are united because of many reasons. At the same time, we have diverse gifts in it. ആമേൻ. പല കാരണങ്ങളാൽ ഒരു ഏകീഭവിച്ചുകൊണ്ടിരിക്കുന്ന സഭ, എന്നാൽ നമ്മുടെ മുകളിലേക്ക് പകർന്നിരിക്കുന്ന വിവിധങ്ങളായ കൃപാവരങ്ങൾ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. The different gifts given in us is not to divide us but to unite us. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മപകർച്ച അഭിഷേക കൃപാവരങ്ങൾ അത് വിഭജിക്കുവാനല്ല, ഐക്യതയോടെ മുന്നേറുവാനുള്ളതാണ്. Unity doesn't mean that the sameness. It's not uniformity. Unity means people come together from different things but with one purpose. ഒരുപോലെ ഇരിക്കുന്നതിനെ ഐക്യത എന്ന് പറയത്തില്ല, എന്നാൽ ഒരുപോലെ വരുന്നവരാ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഐക്യതയിൽ കൂടി നാം അർത്ഥമാക്കുന്നത്. Let's read
chapter 4, verse 7. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ He said, however, that means even though we are united together, however, He has given each one of us a special gift. ആമേൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന് അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്ന 7-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു. Pay attention, every one of us. ആമേൻ. നാം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും Every one of us is given a gift. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ആ തക്കവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Apostle Paul confirms it again in 1 Corinthians chapter 12. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ Again verse 7 we read. ആമേൻ. 7-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ A spiritual gift is given to each one of us. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. Amen. Let's think about that in two different ways. Number one, everyone has a gift. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും കൃപാവരങ്ങൾ ഉണ്ടെന്ന് ഒന്നാമതായി സ്ഥാപിക്കുന്നു. But we don't see that the gifts these days in the church. എന്നാൽ ഈ നാളുകളിൽ പല സഭകളിലും ഇങ്ങനെയുള്ള കൃപാവരങ്ങൾ വെളിപ്പെട്ടു വരുന്നില്ലല്ലോ. We see only a few gifts manifest in the church. ചില കൃപാവരങ്ങൾ മാത്രം പ്രകാശനം വെളിപ്പെട്ടു വരുന്നതായി കാണുന്നു. But God designed the church to operate all of the gifts that is given so that the church is fully functional. ഒരു സഭ യഥാർത്ഥമായി പ്രയോജനപ്പെടുത്തുവാൻ മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവം യഥാർത്ഥമായി എല്ലാ കൃപാവരങ്ങളും നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. Think about it, every person has the same gift, then the church is ineffective. എല്ലാവർക്കും ഒരു കൃപ മാത്രം പകുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ സഭയ്ക്കകത്ത് ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ലല്ലോ. And two things, these days many people, they kind of either doesn't know their gift or they go after the wrong gift. ആമേൻ. പലർക്കും ഇവിടെ ആയിരിക്കുന്ന പലർക്കും അവർക്ക് കൃപാവരം ഉണ്ടോ അതോ അവർ തെറ്റായ വഴികൾ കൂടിയാണോ പോകുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. The reason many times we go after the wrong gift is that gift is more visible. And then we think we want that gift, not worry about the gift that is given to me. തനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ആ കൃപാവരത്തിന് പുറകെ അത് നന്നെന്ന് തോന്നി പുറകെ പോകുന്ന പല വ്യക്തി ജീവിതങ്ങളെ കാണുന്നു. I don't want to embarrass anybody here, but if I ask you to raise your hand and know what is the gift God has given you, can you confidently say, I am aware of the gift God has given me? ഇവിടെ ആയിരിക്കുന്ന ചിലരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നിരിക്കുന്ന കൃപ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ തന്നിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു പറയാൻ കഴിയുമോ എനിക്ക് ഇന്ന കൃപാവരം തന്നിട്ടുണ്ടോ എന്ന്. When Jesus Christ washed you by the blood of his blood and called you into the church, and God immediately gave you one gift, but people come 10 years, 15 years, 20 years a part of a church, still do not know what the gift God has given them. ക്രിസ്തുവിന്റെ നിസ്തുല്യ നിണത്താൽ കഴുകി ശുദ്ധീകരിച്ച് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന നിങ്ങൾക്ക് മേൽ ക്രിസ്തു പകർന്നിരിക്കുന്ന കൃപാവരം പലപ്പോഴും അതില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന 10-15 വർഷമായിട്ടും നിർജീവമായ ജീവനോടുകൂടി കടന്നു പോകുന്ന അവസ്ഥകളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. Brother and sister, we can come here and we can sing along with the worship team, we can pray and we can go home, but if we do not recognize what the gift God has invested in us. ആമേൻ. സഹോദര സഹോദരി, ഓരോ പ്രഭാതത്തിൽ കടന്നു വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി പോകുന്ന ദൈവം നമുക്ക് പ്രത്യേകമായി തന്നിരിക്കുന്ന കൃപാവരങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിർജീവത്തിന്റെ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്നു. God will ask you one day. ഒരു ദിവസം ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും. Praise God. Then why is the gift given to everybody? എന്തുകൊണ്ടാണ് എന്നാൽ എല്ലാവർക്കും കൃപാവരം നൽകിയെന്ന് പറയുന്നത്? It is for the benefit of others. പൊതു പ്രയോജനത്തിനായിട്ടാണ് ആ കൃപാവരം നൽകിയത്. Given me one gift for the benefit of others. എനിക്ക് തന്നിരിക്കുന്ന കൃപാവരം മറ്റുള്ള സഹോദര സഹോദരിമാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ? God has given you a gift to benefit for the others. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരം സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? And when we use all of these gifts together, ആമേൻ. ഈ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഒരുമിച്ച് പൊതുപ്രയോജനത്തിനായി we ഉപയോഗിക്കണം. edify the church. ഈ സഭയുടെ പൊതുപ്രയോജനത്തിനായി We ഉപയോഗിക്കണം. build up the church. ഈ സഭയെ എക്യുപ്പ് ചെയ്യാൻ പണിതെടുക്കുവാൻ ഉപയോഗിക്കണം. That's where the healthy church comes together. ആരോഗ്യമുള്ള സഭ എന്ന് വിളിച്ചു പറയുന്നത്. But many a times, unfortunately, the gifts divide people. അവൻ നിർഭാഗ്യവശാൽ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ജനങ്ങളുടെ വിഭജനത്തിനായി Because we feel some of the gifts in us as some kind of level of superiority, inferiority. നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉയർച്ച താഴ്ചയെ കാണിക്കുന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ലേ? Amen. Praise God. Some of the gifts
really have a lot more utility. I mean, it's very visible, but that doesn't mean the other gifts are inferior. നിങ്ങൾക്ക് ചില കൃപാവരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രയോജനമുള്ളതെന്ന് തോന്നാൽ എന്നാൽ എല്ലാ കൃപാവരങ്ങളും ഒരുപോലെയാണ് നാം കാണേണ്ടത്. Oh, I wish I have the time. If you look at 1 Corinthians chapter 12, Paul compares the gifts like the body parts of the parts of the body parts of a body. 12-ാം അധ്യായത്തിലേക്ക് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളായി കൃപാവരങ്ങളെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി വിവരിച്ചു പറയുന്നു. Each part has its own function. ഇവിടെ ആയിരിക്കുന്ന ഓരോ അവയവങ്ങൾക്കും അതിന്റേതായ പ്രവൃത്തിയെ വിളിച്ചു പറയുന്നു. Paul saying one part cannot be neglected. ഒറ്റ അവയവങ്ങളും പാടെ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. Even though it's invisible and small, that part really has a role in the total functioning of the body. ഈ ശരീരത്തിന്റെ യഥാർത്ഥമായ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ അവയവത്തെയും പാടെ അവഗണിക്കാൻ കഴിയത്തില്ല. എല്ലാ അവയവങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട് എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. 1 Corinthians chapter 12 verse 11, let me read it to you. ആമേൻ. 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ It is the one and the Holy Spirit who distributes these gifts. ആമേൻ. ഒരേ ആത്മാവ് തന്നെ ഇച്ഛിക്കുമ്പോൾ അവനവന് പകർത്തു കൊടുത്തു എന്ന് പറയുന്നു. He alone decides which gift each person should have. പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നു ആർക്ക് ഏത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. Amen. Holy Spirit decides who should give what gift. അവൻ ആർക്ക് ഏത് കൃപാവരം കൊടുക്കണമെന്ന് താൻ ഇച്ഛിക്കുമ്പോൾ അവനവന് കൊടുക്കുന്നു എന്ന് പറയുന്നു. So sometimes we feel like the gift that is not in me is not an important gift. Holy Spirit made a mistake. I want that gift, not the one that is given to me. എനിക്ക് തന്നിരിക്കുന്ന കൃപാവരം അത്ര പ്രയോജനമുള്ളതല്ലോ, അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരം എനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും നല്ലതെന്നുള്ള ചിന്താഗതിയോടെ പലപ്പോഴും പോകുന്നില്ലേ. And the very thought destroy the gift is given you and you become an ineffective Christian. ആമേൻ. ആ ഒറ്റ ചിന്തയാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രയോജനപ്രദമായ അല്ലാത്ത രീതിയിൽ നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. Yes, when it comes to chapter 14 of 1 Corinthians, Apostle Paul says, amen, desire gifts. ആമേൻ. നിങ്ങൾക്ക് കൃപാവരം കിട്ടുവാൻ തക്കണം ആഗ്രഹിക്കാൻ തക്കണം 14-ാം വാക്യത്തിൽ Then he says especially the gift of prophecy. ആമേൻ. പ്രവചനവരം വാഞ്ചിക്കുവെന്ന് പറയുന്നു. But brother and sister, don't forget one thing. എന്നാൽ ഒരു കാര്യം മറന്നു പോകല്ലേ സഹോദര സഹോദരി. Unless and until you use the gift that is given in you, you cannot desire other gifts. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ യഥാർത്ഥമായി ഉപയോഗിക്കാത്തടത്തോളം കാലം മറ്റുള്ള കൃപാവരത്തിന് വേണ്ടി വാഞ്ചിക്കുവാൻ When you ask God, give me that desire, that gift, He is going to ask you, what about the one that I gave you? എനിക്ക് ആ കൃപാവരം വേണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരം നിങ്ങൾ എന്തു ചെയ്തു എന്ന് സർവശക്തനായ യഹോവ നിങ്ങളോട് ചോദിക്കും. Do not question the wisdom of the Holy Spirit of God. പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യുക നിങ്ങൾ മുതലല്ലേ. He created you and He designed what kind of gift you should have it, and when you don't utilize it, when you question that and when underutilize it, you are questioning the wisdom of the Holy Spirit of God. ആമേൻ. സൃഷ്ടിതാവായ നിങ്ങളെ സൃഷ്ടിച്ചെടുത്തവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ പോകണോ? Brother and sister, this morning you are not here by an accident. ആമേൻ. ഇവിടെ ആയിരിക്കുന്നത് ആകസ്മികമായിട്ടല്ല. The Holy Spirit of God brought you here. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് And He wanted to speak to you. നിങ്ങളോട് യഥാർത്ഥമായി സംസാരിക്കാൻ For a long time He wanted to tell you something. ആമേൻ. പല നാളുകളായി പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിങ്ങൾ സംസാരിക്കാൻ. And this morning by the inspiration of the Holy Spirit God, I declare what the Holy Spirit tell me. എന്താണ് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാൻ പോകുന്നത് അത് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയാൻ പോവുക. Some of you have neglected the gift He is given you. തനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ചില വ്യക്തികൾ പോകുന്നു. Amen. This morning the Holy Spirit is asking you to rededicate your life. ആമേൻ. നിങ്ങളെ വീണ്ടും ദൈവസന്നിധി സമർപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. Amen. Don't compete for the gift, but utilize the gift God gave you. ദൈവം തന്നിരിക്കുന്ന കൃപാവരത്തെ യഥാർത്ഥമായി ഉപയോഗിപ്പെന്നൊക്കെയാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. And then you will see your life change. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. Amen. When you begin to use the gift God has given you, you will see mighty deliverance in your life. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരം യഥാർത്ഥമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചില വ്യത്യാസങ്ങൾ വ്യാപരിക്കാൻ പോവുകയാണ്. God is going to use you effectively, brother and sister. നല്ല പ്രയോജനപ്രദമായിട്ട് സർവശക്തനായ യഹോവ നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്.
Hallelujah. Holy Spirit is speaking to some people this morning. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് I don't want to come and put my hand upon you, but you know exactly what the Spirit is still speaking to you. തലയിൽ കൈവെക്കുന്നില്ല എന്നാൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് പറയാൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. Amen. Some gift, even though it may not look so significant in your mind, but in your perspective, but it is the Holy Spirit gave you. Amen. The Holy Spirit is asking you to put that into use. Hallelujah. എന്നാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ വലിയ വ്യത്യാസം സൃഷ്ടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യഥാർത്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. Again, because you are not using it, it is not impacting somebody. Somebody need that gift. Somebody need that deliverance. Somebody is waiting for that one. But because you are not using it, because of your neglect, amen, someone else is impacting by that. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരത്തിൽ കൂടി ചില ജീവിതങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കേണ്ടതുണ്ട്. ചില വ്യക്തി ജീവിതങ്ങൾ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ വ്യക്തി ജീവിതങ്ങൾ നിർജീവാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. Oh, church, all together when we become a healthy church, when we use every diverse gift, hallelujah. ദൈവം തന്നിരിക്കുന്ന വിവിധങ്ങളായ കൃപാവരങ്ങൾ ഒരു സഭയുടെ ആരോഗ്യകരമായ സർവ്വവസ്ഥയ്ക്ക് വേണ്ടി അത് യഥാർത്ഥമായി ഉപയോഗിക്കണമെന്ന് വിളിച്ചു പറയുന്നു. Brother and sister, worship and message is not the only thing operates in the church. Prophecy, hallelujah, healing, hallelujah, all kinds of the work of the Holy Spirit of God must move in the worship place. Then only deliverance will happen. ആമേൻ. ഒരു ആരാധനയിൽ തീരുന്നതല്ല, ഒരു മെസ്സേജിൽ തീരുന്നതല്ല യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, പ്രവചനവരങ്ങൾ, രോഗസൗഖ്യങ്ങൾ യഥാർത്ഥമായി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യമായ ഒരു സഭ ഉണ്ടാകത്തുള്ളൂ. Yes, hallelujah. Every one of us need to take full responsibility there. ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭയ്ക്കകത്ത് എല്ലാവരും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ. Hallelujah. Glory to God. Walk out of this place and say, Lord, if you give me another week, if you give me another week to live, I will make sure I will really explore in the presence of God. I will sit in your presence and I will try to find what the gift you have given to me, and I will begin to use it, O Lord. ഈ ദിനം ഈ പ്രഭാതം ഇവിടെ നിന്ന് വെളിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ദൈവമേ അടുത്ത ആഴ്ച എന്റെ മുമ്പിൽ ദാനമായി തരുന്നതിന് മുമ്പ് എനിക്ക് തന്നിരിക്കുന്ന കൃപാവരം എന്തെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിന് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് വിളിച്ചു പറ നിങ്ങൾ. Gift is not given to us for our own selfish reason. സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കൃപാവരങ്ങൾ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. This Bible very clearly says that every gift given to me is for the benefit of others. മറ്റുള്ളവരുടെ പൊതുപ്രയോജനത്തെ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് തനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന തിരുവചനം. Every gift is given to me to build somebody. So that means that every gift is a tool that God has given in my hand to build somebody else. എന്റെയും നിങ്ങളുടെയും കയ്യിൽ തന്നിരിക്കുന്ന കൃപാവരം എന്ന ആയുധം മറ്റുള്ളവരുടെ ജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ തക്കവണ്ണമെന്ന തിരുവെഴുത്തിൽ കൂടി വിളിച്ചു പറയുന്നു. But when we begin to use it in a selfish way, എന്നാൽ നമ്മുടെ സ്വാർത്ഥ മനോഭാവത്തിന് വേണ്ടി, സ്വന്തം ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ that tool can turn into a weapon also. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം നിങ്ങൾക്ക് എതിരെയുള്ള ഒരു ആയുധമായി മാറാൻ Those who ഇടയുണ്ട്. are spiritually mature, those who use this gift must be very careful that we don't want to use our gift as a weapon. ആത്മീയ പക്വത ലഭിച്ചവര് തനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അത് സ്വന്തമായ ഒരു ആയുധം, തനിക്കെതിരെയുള്ള ഒരു ആയുധമായി മാറാതിരിക്കാൻ സൂക്ഷിക്കുകയും. You might say, Pastor, can you explain that a little bit? കുറച്ചും കൂടി ആഴമായി ഒന്ന് വിവരിക്കാമോ ശുശ്രൂഷ എന്നൊന്ന് ചോദിക്കാമോ? Giving is a gift. A gift God's Holy Spirit give us a gift which is a giving. കൊടുക്കുക, അല്ലെങ്കിൽ ധനസഹായം ചെയ്യുക, അതൊരു ഗിഫ്റ്റാ. അവൻ നമുക്ക് തന്നിരിക്കുന്നത് കൊടുക്കുവാൻ തക്കവണ്ണം അതൊരു കൃപാവരം തന്നെയാണ്. But then some people use that gift as a leverage for negotiation and as a weapon, and then give it and then say, because I put so much money for this thing, it is my way, it's not the Holy Spirit way. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി അനേക പണം ചെലവഴിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇത് നടക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടെ പോകുന്നുണ്ട്. And that gift is being used as a weapon. എന്നാൽ അപ്പോഴാണ് ആ തന്നിരിക്കുന്ന കൃപകൾ നിങ്ങളുടെ ജീവിതത്തിനെതിരെയായി മാറുന്നവരാണ്. What about prophecy? എന്ത് പ്രവചനപരത്തെ പറ്റി പറയുമ്പോൾ prophecy cannot be used as a business. It is a tool God gave it to us for the benefit of others, not for myself. പ്രവചന
വരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക നേട്ടത്തിന്, സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. So what am I saying? എന്താണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? You may not have a gift of prophecy, but I encourage you that do not entertain any business level of prophecy. ആമേൻ. നിങ്ങൾക്കൊരു പ്രവചനപരമില്ല എങ്കിൽ പോലും ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഓടുമ്പോൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി തന്നിരിക്കുന്ന കൃപാവരം ഉപയോഗിക്കരുത് എന്ന് വിളിച്ചു പറയുന്നു. Get rid of some of those people. Don't entertain them. I mean, if you know that is used for business, for self-gain, then that is not a tool to build others. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ളവരെ പാടെ അവഗണിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകത്തില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരെ പാടെ അവഗണിച്ചു മുമ്പോട്ട് ഓടണമെന്ന് പറയുന്നു. If I go this way, I will keep going. Let me read verse 8. It's and then it's a very confusing word there. Says Apostle Paul said, yes, everybody is given gifts, every one of us. Then says through the generosity of Christ. Then he reads that is why the scripture says when he ascended to the heights and he led a crowd of captives and gave gifts to his people. ആമേൻ. ഇങ്ങനെ 8-ാം വാക്യത്തിൽ പറയുന്നവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. So this is not a portion to be dealt with in a Sunday morning because it's a little bit complicated. This is a portion Apostle Paul is quoting from Psalm 68. ആമേൻ. സങ്കീർത്തനം 68 നിന്നാണ് അപ്പോസ്തലൻ ഇത് പറയുന്ന ചില സങ്കീർണമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഞായറാഴ്ചയിൽ പറയുവാൻ അത് കഴിയുമെന്ന്. Yeah, this verse 18 Apostle Paul modified a little bit. ആമേൻ. ഈ 8-ാം വാക്യം ചില മാറ്റങ്ങൾ അതിനകത്ത് വരുത്തി. Yeah, Psalm 68 verse 18 we read a little bit differently. There he says receiving gifts, but Apostle Paul made it a correction over there. He changed it and say, amen, giving gifts instead of receiving. He put it as a giving gifts. ആമേൻ. ദാനങ്ങൾ ലഭിക്കണം, സ്വീകരിക്കണം എന്ന് പറയുന്നതിന് പകരമായിട്ട് ദാനങ്ങൾ കൊടുത്തു എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Yeah, so what it is in the olden time, if someone a country goes to a war with another country and the other people are defeated, and then the king and the soldiers will plunder all their things, they will come and bring all the spoil into this country and give it to the people. ആമേൻ. ആ കാലഘട്ടത്തിൽ, ആ പുരാതന കാലഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് പോയാൽ ഒരുവന്റെ മേൽ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ആ രാജ്യത്തിനകത്തെ കൊള്ളകള് അത് കൊള്ളയിട്ടുകൊണ്ട് ആ കൊള്ള തന്റെ രാജ്യത്തിൽ കടന്നു വന്ന് അവർക്കെല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് പകിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. And then apostle using that imagery and saying, now here look at it, Jesus Christ had a straight war with Satan and his kingdom. ആമേൻ. ആ വചനത്തെ ഇവിടോട്ട് എടുത്തുകൊണ്ട് ഇവിടെ ക്രിസ്തു ആ സാത്താനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട്, I mean, he spoiled, he defeated everything that he had, and then as the spoil, Jesus triumphed, yes, ascended into the heavens, and then he gave gifts to every one of his people. ആമേൻ. ആ സാത്താനോട് പോരാടി ജയം പ്രാപിച്ചു ഉയരത്തിൽ കയറി തന്നിൽ ഉണ്ടായിരിക്കുന്ന കൃപകളെ തന്റെ ജനത്തിനു വേണ്ടി പകിട്ടു കൊടുത്തു എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. That's what he is saying. Jesus gave the gifts to everybody. ആമേൻ. തന്റെ മക്കൾക്കായി എല്ലാ കൃപകളും ക്രിസ്തു പകർന്നു കൊടുത്തു എന്ന് പറയുന്നു. And that diverse gifts is for the body of Christ. അതാണ് ക്രിസ്തുവിന്റെ ഭാഗങ്ങൾക്ക് ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. So as soon as we use a diverse gifts, that is for the health of a church. ആമേൻ. എപ്പോഴൊക്കെയാണോ ആ വിവിധങ്ങളായ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. After hearing this thing and effective this week onwards, if we all do not use the gifts that God has given us, understand one thing, you are impacting the health of the body of Christ, and you will be giving account. One day you will give account to it. തനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ യഥാർത്ഥമായി ഉപയോഗിച്ചില്ല എങ്കിൽ, ഇത് കേട്ടിട്ട് വീണ്ടും നിങ്ങൾ മിണ്ടാതിരിക്കുവാണെങ്കിൽ, അത് പ്രയോജനപ്രദമായി ഉപയോഗിച്ചില്ല എങ്കിൽ അത് ക്രിസ്തുവിന്റെ സഭയുടെ അനാരോഗ്യത്തിന് കാരണമാകും. ഒരു ദിവസം ഞാനും നിങ്ങളും അതിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. Not only we have diverse gifts, we have diverse responsibilities. വൈവിധ്യങ്ങളായ കൃപാവരങ്ങളല്ല, അത് മാത്രമല്ല വിവിധങ്ങളായ
റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. Amen. വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ. Verse 11, 12 were the very famous words of that's what he's talking about. ആമേൻ. അതാണ് 12-13 വരുമ്പോൾ വിവിധ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പരമേൽപ്പിച്ചിരിക്കുന്നതിനെ പറ്റി I'm not going to go into the details. God has given the gifts, the apostles, the prophets, evangelists, pastors and teachers. These are all the gifts that God gave it to the church. ആമേൻ. 11 വരുമ്പോൾ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. And the very clearly says that he gave these gifts leaders to equip the believers to carry out the mission of the church. ആമേൻ. അവർ ക്രിസ്തുവിന്റെ സഭയുടെ ലക്ഷ്യത്തിന് വേണ്ടി അവിടെയുള്ള ആ നേതാക്കന്മാരെ എക്വിപ്പ് ചെയ്ത് സജ്ജീകരിച്ചെടുക്കുവാൻ തക്കവണ്ണം പറയുന്നു. And the verse 12 we read the responsibilities to equip God's people to do his work. So who is doing the work? ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിയെ തികപ്പാൻ തക്കവണ്ണം അവരെ സജ്ജീകരിച്ചെടുക്കുവാൻ തക്കവണ്ണം 12-ാം വാക്യത്തിൽ പറയുന്നു. Every prophet, every teacher, every pastor, the responsibility is to equip some people, to train people, and then they do the work, they do the ministry. Hallelujah, glory to God. That these days that also God has somehow twisted. It is not only the pastors and the evangelists. Every person in the church it must do the work of the Lord. ഒരു ശുശ്രൂഷകനിലോ ഉപദേഷ്ടാക്കന്മാരിലോ ഒതുങ്ങുന്നതല്ല കൃപാവരം എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കുന്ന അപ്പോസ്തലന്മാരെ ആ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് മറ്റുള്ള വ്യക്തികളെ സജ്ജീകരിച്ചെടുത്തുകൊണ്ട് ആ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിപ്പാനെന്ന് വിളിച്ചു പറയുന്നത്. So if you do not have a responsibility, if you don't have a role, then ask the Lord, what am I doing in the church? ആമേൻ. ഈ സഭയ്ക്കകത്ത് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളൊരു ധാരണയോടെ പോകുന്നെങ്കിൽ ദൈവത്തോട് യഥാർത്ഥമായി ചോദിക്കുക, ദൈവമേ എന്നിൽ പകർന്നിരിക്കുന്ന കൃപാവരം എന്നതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ചോദിക്കുക. So the second pillar is the divorce gift that makes a healthy church. വിവിധ കൃപാവരങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ പില്ലറായി പറഞ്ഞിരിക്കുന്നത്. Third pillar is that the healthy church is marked by spiritual maturity. ഒരു ആരോഗ്യ സഭയെ കണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പില്ലർ ആത്മീയ പക്വതയേറിയ ജനങ്ങളെ കൊണ്ട്. Maturity is the sign of health or growth. ഒരു സഭയുടെ ഒരു ആരോഗ്യകരമായ വളർച്ച അത് അതിന്റെ പക്വതയിൽ കൂടിയാണ് കാണിക്കുന്നത്. When we have the diversified gifts, and that must take us into spiritual maturity. ആമേൻ. നമുക്ക് തന്നിരിക്കുന്ന വിവിധമായ കൃപാവരങ്ങൾ അതൊരു സഭയുടെ ആരോഗ്യത്തിന് ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. Verse 13 we read, this will continue until we all come to such unity in our faith and knowledge of God's Son, and then we will be mature in the Lord. ആമേൻ. അതിൽ ഇങ്ങനെ വായിക്കുന്നു, തികഞ്ഞ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം എന്ന് പറയുന്നു. Amen. Praise God. This maturity is the sign of a perfect man. ആമേൻ. ഈ പക്വത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പൂർണ്ണതയിലൂടെയാണ് കാണിക്കുന്നത്. When we come together in unity and use all the diverse gifts that God has given us, and then we combine this thing, taking us to a spiritual level of maturity. ഐക്യതയിലൂടെ കടന്നു വന്നിട്ട് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടോടുമ്പോൾ അത് ദൈവത്തിന്റെ സഭയുടെ ആത്മീയ പക്വതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. The moment when we see immature behavior from any one of us, that is a sign that we're not really using the gifts God has given us. എന്നിലും നിന്നിലും കാണുന്ന അപക്വമായ സ്വഭാവം ഇവിടെ വെളിപ്പെടുമ്പോൾ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ യഥാർത്ഥമായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് യഥാർത്ഥമായി വിളിച്ചു പറയുന്നത്. We need to become a perfect man according to Christ. ക്രിസ്തുവിന്റെ അഭിപ്രായപ്രകാരം ക്രിസ്തുവിന്റെ ഹിതപ്രകാരം യഥാർത്ഥമായ പക്വതയുള്ള ഒരു മനുഷ്യനായി മാറണം. Then verse 14 he says that then we no longer will be like immature children. ആമേൻ. അപക്വമായ കുഞ്ഞുങ്ങളെ പോലെ ആകരുത്. That is where I think we need a lot of improvements. ആ സമയത്ത് ആ ഇടങ്ങളിലാണ് നമുക്ക് ഒത്തിരിയധികം മാറ്റം വരേണ്ടത്. 30, 40, 50, 60 years old, but sometimes we become spiritually immature and we behave like children. പ്രായത്തിന്റെ വിവിധ മേഖലകളിൽ 30, 40, 50, 60 വർഷങ്ങളാകുമ്പോഴും പലപ്പോഴും ആത്മീയ പക്വത ലഭിക്കാത്ത സ്വഭാവത്തിന് അടിമകളായിട്ട് പലപ്പോഴും പോകുന്നില്ലേ? If I go on explaining that one, some of you probably may not like it, so I don't want to go that way. But let me tell you that I think for a church of God, the one area probably need the most improvement is that we must become more mature
to the level of Christ. ആമേൻ. നാം ആയിരിക്കുന്ന സഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ ആ അടയാളം, ക്രിസ്തുവിന്റെ ലെവലോടുകൂടെ അതേ പക്വത നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കണമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. Unless we have the maturity, we will not have Christ likeness. ക്രിസ്തുവിന്റെ ആ ഒപ്പം നമുക്ക് ആ മെച്യൂരിറ്റി ഇല്ല എങ്കിൽ, That's what verse 13 is still teaching us. അതാണ് 13-ാം വാക്യത്തിൽ കൂടി വിളിച്ചു പറയുന്നത്. Then we become mature and become like Christ. ആമേൻ. എപ്പോഴാണോ നമ്മൾ ആ പക്വത എത്തുന്നത്, അതും അപ്പോഴാണ് ക്രിസ്തുവിനോട് പോലെ ആകുന്നത്. Oh, that I've been these days. I kind of explained previously also, when the fullness of Christ, the fullness of God through Christ dwell in me, and then when I become like Christ, like in nature, that is where that is what the expectation ആ of God. ക്രിസ്തുവിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിൽ കൂടി എന്നിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ എന്നിൽ കൂടി മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്നത്. Brother and sister, that's where we need a workplace, at a church, at a family, our family gathering, everywhere we have the Christ-like nature must become more and more visible. സഹോദര സഹോദരി, ജോലി സ്ഥലത്തായിക്കോട്ടെ, സഭയ്ക്കകത്തോട്ട്, കുടുംബ യോഗങ്ങളിലാക്കോട്ടെ, എവിടെയൊക്കെ ആയിക്കോട്ടെ, അവിടെയെല്ലാം ക്രിസ്തുവിൽ കൂടിയുള്ള ആ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് പ്രകടമാകേണ്ടത്. After having a 1 hour conversation with me, or after having a few days of friendship with me, if someone says that I got nothing to do with that person, I don't want to associate with that person, if someone says like that, what kind of Christ they saw through me? ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിലെ നമ്മളോട് ഇടപെടുന്ന ഒരു വ്യക്തി 1 മണിക്കൂറായിക്കോട്ടെ, ഒരാഴ്ച ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങളെ പറ്റി എനിക്കിനി ആ വ്യക്തിയോട് സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ എന്നിലും നിന്നിലും കൂടെ ഉൾപ്പെടുന്ന ക്രിസ്തുവിന്റെ ആ സ്നേഹം, ആ സ്വഭാവം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. Yesterday morning I went for an appointment with a person, and I was in their office. I was speaking to them, and the person said, Pastor, church becoming a place of uncomfortable place to go. ഇന്നലെ ഞാൻ ഒരു അപ്പോയിന്റ്മെന്റിന് രാവിലെ പോയി ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ സഭകൾ ഇപ്പോൾ ഒരു ആശ്വാസം തരാത്ത ഒരു സഭയായി മാറി. My appointment was not with anybody here. It is an appointment with an outside person. And said the church that he goes to another church. He said, why is it so uncomfortable? I go to church, I don't see Christ there. ആമേൻ. ഇവിടെ ആയിരിക്കുന്നവരുള്ള ഈ സഭയ്ക്ക് അകത്തുള്ളവരോടല്ല പറയുന്ന മീറ്റ് ചെയ്തത്. എന്നാൽ ഞാൻ വെളിയിലുള്ള ഒരു വ്യക്തിയുമായി മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ വ്യക്തി പോകുന്ന സഭയ്ക്കകത്ത് സന്തോഷമില്ല, ക്രിസ്തുവിനെ കാണാത്ത ഒരു അവസ്ഥയാണ് ആ വ്യക്തിയിൽ കൂടി കാണുന്നത്, വ്യക്തി പറയുന്നത്. Said $1 million properties and everything, and he said so much is there, but there is no Christ there. ആമേൻ. വളരെ വിലപിടിപ്പുള്ള ഒരു സഭയ്ക്കകത്താണ്, ബിൽഡിംഗ് ആണ്, എങ്കിൽ പോലും അതിനകത്ത് ക്രിസ്തുവിനെ കാണാത്തൊരവസ്ഥ. What a sad situation. എത്ര ശോചനീയകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. Brother and sister, even if we're only 10 people, 15 people, when we are together here, amen, if someone walking into this place, let them, amen, feel the presence of God. Let them see the, amen, reflection of Christ, the love of Christ, amen, amen, the holiness of Christ, the separation of Christ, all of those things that the person must walk out here and say, oh, truly I was in the presence of God. സഹോദര സഹോദരി, സഭയ്ക്കകത്തായിരിക്കുന്ന ആളിന്റെ വിരുപ്പമല്ല അത്. ഇവിടെ കടന്നു വരുന്നവർ എന്നോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വെളിയിൽ പോയി പറയുമ്പോൾ അതാണ് യഥാർത്ഥമായി സാക്ഷ്യമായി വരുന്നത്. When a new person come in here, that person may not have an opportunity to talk to 100 people here. ആമേൻ. ഒരു പുതിയതായി ഒരു വ്യക്തി ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും സംസാരിക്കാൻ ഒരു പക്ഷേ ആ വ്യക്തിക്ക് അവസരം ലഭിക്കത്തില്ലായിരിക്കാം. You may be the one person that person talked to, and you were the one link for that person to be attracted to show Jesus, and if you failed to do that one, amen, that's an utter failure. ഒരു പക്ഷേ നിങ്ങളോടായിരിക്കാം ആ വ്യക്തി വന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. ആ വ്യക്തിക്ക് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നിങ്ങൾ കാണിച്ചു കൊടുത്തില്ല എങ്കിൽ ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ യഥാർത്ഥമായ ഒരു തോൽവിയായി മാറുകയല്ലേ. Minister to people when they come in. ആമേൻ. കടന്നു വരുന്ന ജനങ്ങളുടെ മുമ്പാകെ യഥാർത്ഥ ശുശ്രൂഷയെ കാണിച്ചു കൊടുക്കുക. Amen. When you walk into this place, amen, there may be new people coming in you do not know. And this morning I was standing here, I was worshiping and said, Lord, while we worship here, we do not know all the people here, we do not know all their needs here, but I pray, Lord, if anybody here sick, I pray for their healing. If anybody here with a worried heart, I pray for comfort in their heart. Amen. When we
pray like that, the God's Holy Spirit will move. ആമേൻ. ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തോട് ഇങ്ങനെയാണ് നിലവിളിച്ചത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ, അവർ കടന്നു പോകുന്ന അവസ്ഥകൾ അറിയത്തില്ല എങ്കിൽ പോലും ദൈവത്തോട് പറഞ്ഞു അവിടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വിടുതല നൽകണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയാകാം. When we come and worship together, നമ്മൾ ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, amen, see in faith someone here, Lord, use me, I pray for them. If there is a bondage in their life, I pray for deliverance in their life. If they are sick in this place, I pray for healing in this place. If they are worried about their children, I pray for their deliverance. Pray and worship the Lord. കടന്നു വരുന്ന ജനം ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് അതേ ചില വ്യക്തികളെ ബന്ധനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനം വിടുവിക്കപ്പെടട്ടെ, ചില രോഗങ്ങളെ കടന്നു വരുന്നവര് രോഗക്കെട്ടുകൾ മാറട്ടെ എന്ന് യഥാർത്ഥമായ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. And that's what I encourage all the time. When you do that one, if the Holy Spirit give you an inspiration to go and pray for somebody, that is a deliverance for that person. ആമേൻ. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു എന്ന വ്യക്തിയെ തൊട്ട് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു വിടുതൽ സംഭവിക്കട്ടെ. Brother and sister, church is not a club for show or performance. അതൊരു പ്രകടനമല്ല സഹോദര സഹോദരി. This is a place the Holy Spirit of God moves. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്ന ഇടമല്ലേ. If you came to the church and led by the Holy Spirit of God, amen, the work of the Holy Spirit of God must move through you. ആമേൻ. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണോ, പരിശുദ്ധാത്മാവിൽ ഇതിനകത്തേക്ക് കടന്നു വന്നവനാണോ, യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി പ്രാർത്ഥിക്കുക. So I am asking and again encouraging every Sunday when you walk in this place, you come from home with a prayer and say, Lord, I go to the church, somebody need me, somebody need my gift, somebody need deliverance. Use me, O Lord. Amen. Use my tongue, use my prayer. Hallelujah. പ്രാർത്ഥനയോടെ ഇറങ്ങി വരുന്ന വ്യക്തികളെ വീട്ടിൽ നിന്ന് പ്രവാഹത്തിൽ ഇറങ്ങി ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ ഇന്ന് ഞാൻ പ്രാർത്ഥനയോടെ കടന്നു വരുന്നു, ആത്മാഭിഷേകത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില വ്യക്തികളുടെ മേൽ വിടുതൽ വരട്ടെ എന്ന് യഥാർത്ഥമായി പ്രാർത്ഥിക്കും. We are not going, we are not here as spectators. ആമേൻ. ഇവിടെ കാഴ്ചക്കാരായി ഇരിപ്പാനല്ല ഇവിടെ ആയിരിക്കുന്നത്. The Holy Spirit of God must move through us. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ചില പ്രവൃത്തികൾ തെളിയിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. Sometimes the Holy Spirit wonder, amen, do something, but the Holy Spirit need, amen, another person's hand, another person's mouth. He comes here, but he is looking for it. He cannot see somebody to be used, and he is regretting. ഇവിടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് മറ്റൊരു വ്യക്തികളിൽ വ്യാപരിക്കുവാൻ തക്കണം. നിങ്ങളെ നോക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന നിങ്ങളെ ഉപയോഗിക്കാൻ തക്കണം. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായിട്ട് കഴിയുന്നില്ലല്ലോ. Then we go home and say, Lord, deliver my child, do this for me, protect me. You put all the needs in front of God, but what about what God wanted you to do? എന്നാലും നിങ്ങൾ സ്വഭവനത്തിൽ കടന്നു പോകുമ്പോൾ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എന്റെ മക്കളെ വിടുവിക്കണമേ, എന്റെ മക്കൾക്ക് നന്മ നൽകണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾ മാത്രം വെക്കുന്നതല്ലാതെ ദൈവത്തിന്റെ സഭയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? Jesus Christ is asking, what about my body? അവൻ എന്റെ ശരീരത്തെ പറ്റി ക്രിസ്തു യഥാർത്ഥമായി നിങ്ങളോട് ചോദിക്കുന്നു. Some parts of his body is affecting, some parts of his body is weak, some parts of his body need help. And where are you, brother and sister? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അതേ ചില അവയവങ്ങൾ യഥാർത്ഥമായി ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നു. എവിടെയാണ് നിങ്ങളുടെ കൃപാവരങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്? We need to stay together. അവൻ ഒരുമിച്ച് ഏകമായി നിൽക്കേണ്ടെന്ന We need to use the gifts. Amen. All the gifts. അവൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ആ ശരീരത്തിന്റെ ഉദവിക്ക് വേണ്ടി ഉപയോഗിക്കും. We need to become mature. ഒരു ആത്മീയ പക്വതയുള്ളവരായിട്ട് നിങ്ങൾ മാറും. Then we'll be a healthy body of Christ. അങ്ങനെയാണ് ഒരു ആരോഗ്യമുള്ള ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സഭയായി മാറുന്നത്. But let me give you the most important point of today's message. ഇന്നത്തെ ദൂതിന്റെ ഏറ്റവും പ്രധാന ഭാഗം നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാൻ പോവുക. Jesus literally had a body. യേശു ക്രിസ്തു യഥാർത്ഥമായ ശരീരം, ഭൗതിക ശരീരം. Amen. When he was walking through the Jerusalem streets, when he was born, he was walking in Jerusalem. He had a body. ആമേൻ. യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടി കടന്നു പോകുമ്പോൾ Amen. He had a physical body. ആമേൻ. ഒരു ഭൗതിക ശരീരം. Amen. Then after sometime he gave his body to be broken.
ആമേൻ. ആ ഭൗതിക ശരീരമാണ് തന്നെ തന്നെ ചിതറുവാൻ തക്കവണ്ണം He gave his body to be a sacrifice. ഒരു യാഗമായി തന്നെ തന്നെ യാഗമായി സമർപ്പിച്ചില്ലേ? He let others beat on his body. ചുറ്റും കൂടിയിരിക്കുന്ന തങ്ങളെ അടിക്കുവാൻ തക്കവണ്ണം He let others pluck the hair from his body. തന്റെ ശരീരത്തിന്റെ രോമങ്ങളെ വലിച്ചെടുക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ചു കൊടുത്തു. He told the disciples, this is the bread, my body broken for others. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ചിതറിച്ചിരിക്കുന്ന എന്റെ ശരീരമെന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. For what? എന്തിനു വേണ്ടിയാ? To have another body for him. ആമേൻ. മറ്റൊരു ശരീരത്തെ പ്രാപിക്കുവാൻ That is the body, that is the Christ. The church is the body of Christ. അതാണ് ക്രിസ്തുവാകുന്ന ശരീരത്തെ രൂപീകരിപ്പാൻ He തക്കവണ്ണമാണ്. gave his body to have another body. തന്റെ ഭൗതിക ശരീരത്തെ യാഗമാക്കിയിട്ട് ക്രിസ്തുവിന്റെ സഭയെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം. And that body is you and me. അതാണ് ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന Think ക്രിസ്തുവിന്റെ. about what he has done. എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? Oh, he surrendered his body to become a sacrifice, thinking that, I am going to have another spiritual body, a healthy body with all the believers in it. അവൻ തന്റെ ഭൗതിക ശരീരത്തെ യാഗമായി സമർപ്പിച്ചുണ്ട് ആത്മീയ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ യാഗമായി സമർപ്പിച്ച ക്രിസ്തു. If we neglect the spiritual body of Christ now, our Christ is really grieving about that. ആമേൻ. ആ തന്നിരിക്കുന്ന ആത്മീയ സഭയെ നിങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് നിരാകരിച്ചു പോയാൽ ആ ക്രിസ്തു ഉയരത്തിൽ നിന്ന് തന്നെ നിങ്ങളെ നോക്കി യഥാർത്ഥമായി കരയുക. Hebrews chapter 12 verse 3 said he did not regard what he was suffering through because of the joy of a new body that he was going to get. ആമേൻ. ആ പുതിയ ശരീരത്തെ പുത്തനാമ സഭയെ നോക്കി തനിക്ക് തന്നിരിക്കുന്ന ആ പാടെ അവഗണിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:3 പറയുന്നു. Brother and sister from different parts of India, ആമേൻ. ഇന്ത്യയുടെ ചിലപ്പോൾ പല different പ്രദേശങ്ങളിലായിരിക്കും. parts of the world. ആമേൻ. ലോകത്തിന്റെ പല ഭാഗത്തിലായിരിക്കുന്ന സഹോദര സഹോദരി. He plucked you from one part and he plucked you, brother, from another part, and he put all of us together in that beautiful body which is the church. ലോകത്തിന്റെ Hallelujah. നാനാവിഭാഗത്തായിരിക്കുന്ന പല സഹോദരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തു കൊണ്ടുവന്നു. Oh, when the prophet looked at the physical body of Christ, he said, nobody recognized that anymore. He was so handsome, but he is tarnished and nobody recognized him anymore. ആമേൻ. ആ ക്രിസ്തുവിന്റെ ശരീരത്തിന് തകർക്കപ്പെട്ട ശരീരത്തെ പ്രവാചകൻ നോക്കിയപ്പോൾ ആർക്കും അത് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ചിതറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. But Christ saw another body, that is his church. He said, the bride, she is so beautiful. Hallelujah. തന്റെ നിർമ്മലമായ ആ ദൈവ സഭയ്ക്ക് വേണ്ടി തന്റേതായ തന്റെ ഭൗതിക ശരീരത്തെ ചിതറിക്കാൻ തക്കണം അവിടെ He's കൊടുത്തു. coming for a church that is a perfect church, a bride. I mean, it's not like a tarnished one, a beautiful bride. I mean, when we read the book of Revelation, I know he's coming for a bride that he is looking for. Hallelujah. ആമേൻ. ചുളുക്കം മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യകയ്ക്ക് വേണ്ടി വീണ്ടും ക്രിസ്തു യുഗത്തിലേക്ക് കടന്നു വരുന്നു. That's you and me, brother. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സഭ. That's you and me, sister. ആമേൻ. ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭയ Put സഹോദരി. all the differences aside and let's stand united. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വ്യത്യാസങ്ങളും മാറട്ടെ. Let this church be a perfect church. ഒരു യഥാർത്ഥമായ പൂർണ്ണതയേറിയ ഒരു സഭ. Let the gifts be operating in this church. തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. Let the church become healthy. ആമേൻ. അതൊരു ആരോഗ്യമുള്ള സഭയായി മാറട്ടെ. Let the church do the mission of Christ. ക്രിസ്തുവിന്റെ ആ മിഷന് വേണ്ടി ഈ സഭ ഉപയോഗിക്കട്ടെ. That is the body of Christ. അതാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരം എന്ന് പറയുന്നത്.